സൈബർ സുരക്ഷാ മേഖലയിൽ ഒരു മികച്ച കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ഡിജിറ്റൽ ലോകത്തെ ആപത്തുകളിൽ നിന്ന് തടയുന്ന ഒരു സൈബർ ഹീറോ ആകാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ജനറേഷനിൽ നേടാൻ സാധിക്കുന്ന ഏറ്റവും ത്രില്ലിംഗ് ജോലിയായ സൈബർ സെക്യൂരിറ്റി പെനട്രേഷൻ ടെസ്റ്റർ അല്ലെങ്കിൽ സൈബർ ഡിഫൻഡർ ആവാൻ റെഡ് ടീം ഹാക്കർ അക്കാഡമി നിങ്ങളെ പ്രാപ്തരാക്കുന്നു. ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി കമ്പനികൾക്ക് സൈബർ സെക്യൂരിറ്റി നൽകി വരുന്ന റെഡ് ടീം സൈബർ സെക്യൂരിറ്റി ലാബിൻ്റെ ഭാഗമാണ് റെഡ് ടീം ഹാക്കർ അക്കാഡമി. മാത്രമല്ല, റെഡ് ടീം ഹാക്കർ അക്കാഡമി സൈബർ ട്രെയിനിങ്ങിൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ പഠനശേഷം നിങ്ങൾക്ക് ജോലിയും ഉറപ്പ് നൽകുന്നു. കോഴ്സുകളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. ഹാക്ക് ഔട്ട് യുവർ കരിയർ വിത്ത് റെഡ് ടീം ഹാക്കർ അക്കാഡമി. ലഡാക്ക് യാത്രയിൽ അടുത്ത ദിവസം ലേ സിറ്റിയുടെ അടുത്തുള്ള കാഴ്ചകൾ കാണാനായി ജിപ്സിയുമായി ഞാൻ ഇറങ്ങി. കാലാവസ്ഥ എപ്പോഴും -ഡിഗ്രിയിൽ തന്നെയാണ്. ഈ കാലാവസ്ഥയിൽ ഉച്ചയോടുകൂടി മാത്രമാണ് സിറ്റിയിലേക്ക് ആളുകൾ വന്നു തുടങ്ങുന്നത്. ആദ്യം പോയത് തിക്സെ മൊണാസ്ട്രിയിലേക്കാണ്. സിറ്റിയിൽ നിന്നും 19 കിലോമീറ്റർ മാറി ലേ മണാലി ഹൈവേയിലാണ് തിക്സെ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ലഡാക്കിലെ ഏറ്റവും വലിയ മൊണാസ്ട്രിയാണ് ഇൻഡസ് വാലിയെ ഫേസ് ചെയ്ത് നിൽക്കുന്ന തിക്സെ മൊണാസ്ട്രി. അവിടുന്ന് നേരെ കാർഗിൽ ഭാഗത്തേക്ക് പോയി. മാഗ്നറ്റിക് ഹില്ലിലാണ് ആദ്യം എത്തിയത്. ഇത്തവണ എനിക്ക് മാഗ്നറ്റിക് ഹില്ലിൽ വന്നപ്പം കറക്റ്റായിട്ടുള്ള വണ്ടി മൂവ് ചെയ്യുന്ന ഫീൽ ചെയ്യാൻ പറ്റി. ഇതിനു മുമ്പ് ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് പറ്റിയില്ലായിരുന്നു. കറക്റ്റ് ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിർത്തുമ്പോഴാണ് ശരിക്കും അത് നന്നായിട്ട് മനസ്സിലാവുന്നത്. ഏതായാലും എനിക്ക് നന്നായിട്ട് കിട്ടി. അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്തു. ഒത്തിരി ഭാഗത്തൊന്നും മൂവ് ചെയ്യില്ല. ചെറിയൊരു പോയിന്റ് മാത്രമേ മൂവ് ആവുന്നുള്ളൂ. പക്ഷെ അത് നന്നായിട്ട് മൂവ് ആവും. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ഇടതുവശത്തായി ഇൻഡസ് നദി കാണാൻ സാധിച്ചു. വശങ്ങളൊക്കെ തണുത്തുറച്ചിരുന്നു. ഇതാണ് സംഗം പോയിന്റ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഇൻഡസ് നദിയാണ്. അത് സുറു നദി. ഈ രണ്ട് നദികൾ ഒന്നിച്ച് വരുന്ന സ്ഥലമാണിത്. രണ്ടിനും കളർ ഡിഫറൻസ് ഉണ്ട്. വിന്റർ കുറച്ചും കൂടെ കടുക്കുമ്പം ഈ സുറു റിവർ ഫുള്ള് നന്നായിട്ട് ഫ്രോസൺ ആവും. അത് കഴിയുമ്പോൾ ഇവിടുന്ന് ആളുകൾ ഈ ഫ്രോസൺ റിവറിൽ കൂടെ ഈ സംസ്കാര വാരിയിലേക്ക് നടന്നു പോകുന്നതിനാണ് ചാദാ ട്രക്ക് എന്ന് പറയുന്നത്. അതൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ലേ ശ്രീനഗർ ഹൈവേയിൽ ബാസ്കോ കഴിഞ്ഞ ഉള്ളിലേക്ക് അല്പം കയറുമ്പോൾ ലിക്കിർ എന്ന കൊച്ചു ഗ്രാമത്തിലെത്തും. ലിക്കിർ മൊണാസ്ട്രി സന്ദർശിച്ചുകൊണ്ട് അന്നത്തെ ദിവസത്തെ യാത്ര അവസാനിപ്പിച്ചു. അന്ന് ഭക്ഷണം കഴിച്ച ശേഷം നേരത്തെ തന്നെ ഹോട്ടലിലേക്ക് പോയി. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ നുബ്ര വാലിയിലേക്ക് യാത്ര തിരിച്ചു. കാർദുംഗ്ല പാസ് വഴിയാണ് പോകുന്നത്. ലേ സിറ്റിയിൽ നിന്നും അല്പം മേലേക്ക് എത്തിയപ്പോൾ തന്നെ വഴി മുഴുവൻ മഞ്ഞ് വീണ് മൂടിയിരുന്നു. കാർദുംഗ്ല പാസിലാണ്. ഇവിടെ മരവിച്ച് പോകുന്ന തണുപ്പാണ്. ഓക്സിജൻ ഭയങ്കര കുറവാണ്. ശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. മറ്റു വണ്ടികളൊന്നും കാണുന്നില്ല. എന്തായാലും നമുക്ക് യാത്ര തുടരാം. ഈ അടുത്ത് 19,300 അടി ഉയരത്തിൽ ഉംലിംഗ്ല പാസ് വന്നതിന് ശേഷം ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് ഇൻ ദ വേൾഡ് എന്ന പദവി നഷ്ടപ്പെട്ടുവെങ്കിലും ലേ സിറ്റിയിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് എത്താൻ സാധിക്കുന്ന മഞ്ഞ് മൂടിക്കിടക്കുന്ന മൗണ്ടെയിൻ പാസ് എന്നതിനാലും ഹിമാലയൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് കാലാവസ്ഥയുടെ കാഠിന്യം എക്സ്ട്രീം ലെവലിൽ അനുഭവിച്ചറിയാമെന്ന നിലയിലും കാർദുംഗ്ല ലഡാക്കിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ആകർഷണങ്ങളിൽ ഒന്നാണ്. സ്ലിപ്പ് ആകുന്നുണ്ട് വണ്ടിയുടെ സൈഡിലോട്ട്. ചെറിയൊരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ നമ്മുടെ റിഫ്ലക്സ് കൊണ്ട് ഒരു ബ്രേക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ
സ്ലിപ്പാവും, വണ്ടി ഒരു സൈഡിലോട്ട് പോകും. ഇതിപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ നല്ല സ്നോ ഉണ്ട്, വളരെ സ്നോ ആയിട്ട് ഇറങ്ങുവാണ്. നുബ്രയിലോട്ട് പോകുന്ന വഴിയാണ് കക്ക ഇടയിൽ വന്ന് ജോയിൻ ചെയ്തു. അങ്ങ് ദൂരെ നോക്കിയാൽ അവിടെ കാണാം, അത് കറുത്ത കളറിൽ കാണുന്ന ഒന്നും കല്ലല്ല, അത് യാക്കാണ്. ഒരു സംഭവം കാണിച്ചു തരാം. ഇവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു, അത് ഫുള്ള് ഐസായി പോയി. Here it's -15, on top it was -20, but in Nubra we expect -10. ഇപ്പം അധിക സമയം നിന്ന് കഴിഞ്ഞാൽ നമ്മളും ഇവിടെ ഐസായി പോകും. കാർദോങ് വില്ലേജും കടന്ന് ഞങ്ങൾ മുന്നോട്ട് പോയി. കാഴ്ചകളുടെ പറുദീസയാണ് ഈ വഴി, എന്നാൽ അതേപോലെ അപകടം നിറഞ്ഞതുമാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മാത്രം കാണുന്ന ഹിമാലയൻ ഫോക്സിനെ വളരെ അടുത്ത് കാണാൻ സാധിച്ചു. ഖൽസാർ വില്ലേജിനടുത്ത് വെച്ച് വഴി നുബ്ര വാലിയിലേക്കും ഷയോക്ക് വാലിയിലേക്കും രണ്ടായി തിരിയുന്നത് കാണാം. ഇവിടെ താഴെക്കൂടെ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട്. അതിൻ്റെ കളറാണെങ്കിൽ നല്ല ഒരു ബ്ലൂ കളറ്. അവിടെ ഒരു ചെറിയ ഗ്രാമമുണ്ട്. എൻ്റെ സൈഡിൽ കൂടെയുള്ള ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ട്, അതൊക്കെ ഫ്രീസായി പോയിട്ടുണ്ട് മൊത്തം. ആണെങ്കിൽ അതിന് ചുറ്റും ഈ പർവ്വതങ്ങളുടെ ഒരു എന്താ പറയുക, ആകെ മൊത്തം ഒരു അടിപൊളി ലൊക്കേഷനാണിത്. നമ്മൾ നേരത്തെ മുകളിൽ നിന്നപ്പോൾ താഴെ ഒരു ചെറിയൊരു അരുവി കണ്ടില്ലായിരുന്നോ? ഷയോക്ക് നദിയാണിത്. ഇപ്പം ഈ അടുത്ത് വന്നപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ കളറും ഭംഗിയൊക്കെ അറിയാൻ പറ്റിയത്. മുകളിൽ നോക്കുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് ഒഴുകുന്നുള്ളൂ, പക്ഷേ ഇവിടെ നല്ല ശക്തിയിലുള്ള ഒഴുക്കുണ്ട്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ദിസ്കിത്ത് എത്തുന്നതിന് മുമ്പുള്ളൊരു സ്ഥലമാണ് ഇത്. ഈ താഴ്വരയാണ് കേട്ടോ. അവിടെ ഈ ഒരു തടാകം മൊത്തം ഐസ് ആയി പോയിരിക്കുകയാണ്. എൻ്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ എന്താ പറയണ്ട ഐസ് തടാകത്തിന് മുകളിൽ കിടന്ന് നടക്കുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ തെന്നി വീഴും, നല്ല തന്നലാണ്. ദിസ്കിത്ത് മൊണാസ്ട്രിയോട് ചേർന്നുള്ള മൈത്രേയ ബുദ്ധ സ്റ്റാച്ചു കാണാനാണ് പിന്നീട് പോയത്. ഏകദേശം 108 ഫീറ്റ് ഉയരമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബുദ്ധ സ്റ്റാച്യൂസിൽ ഒന്നാണിത്. ഇവിടെ നിന്നാൽ മുന്നിലായി പരന്നു കിടക്കുന്ന നുബ്ര താഴ്വരയും ഷയോക്ക് നദിയും ചുറ്റും പർവ്വതങ്ങളുടെ മാസ്മരിക കാഴ്ചയും കാണാനാകും. ഈ സ്ഥലത്തെപ്പറ്റി ഒരുപാട് അനുഭവങ്ങളും വിശേഷങ്ങളും കക്ക എനിക്ക് പറഞ്ഞു തന്നു. പാകിസ്ഥാൻ ഭാഗത്തേക്ക് അഭിമുഖമായി നിർമ്മിച്ച ഈ സ്റ്റാച്യു ദിസ്കിത്ത് ഗ്രാമത്തിന്റെ സംരക്ഷണത്തിനും പാകിസ്ഥാനായി യുദ്ധങ്ങൾ ഇല്ലാതാവാനും ലോക സമാധാനത്തിനും വേണ്ടി നിലകൊള്ളുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. ലേ സിറ്റിയിൽ നിന്ന് 120ഓളം കിലോമീറ്റർ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. ഖാർദുംഗ്ല പാസിൽ നല്ല രീതിയിൽ മഞ്ഞുവീഴ്ചയുണ്ടെന്നുള്ള വിവരം കിട്ടിയതിനെ തുടർന്ന് തിരിച്ചു പോകുവാനായി കക്ക തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിലൊന്നും നിർത്താതെ എത്രയും പെട്ടെന്ന് ഖാർദുംഗ്ല പാസ് ക്രോസ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. വഴിയിൽ രാവിലത്തേതിലും കൂടുതൽ മഞ്ഞ് വീണതുകൊണ്ട് തന്നെ യാത്ര കൂടുതൽ ദുഷ്കരമായി.
ജിപ്സി 4 വീൽ ഡ്രൈവിൽ അധികം ബുദ്ധിമുട്ടില്ലാണ്ട് മുന്നോട്ട് നീങ്ങി. എന്നാൽ കക്കയുടെ വാഹനം കയറ്റത്തിൽ നീങ്ങാതായതുകൊണ്ട് ചെയിൻ ഇടുവാൻ തീരുമാനിച്ചു. മുന്നിൽപ്പെട്ടിരുന്ന മറ്റ് 2 വീൽ ഡ്രൈവ് വാഹനങ്ങൾ ചെയിൻ ഇല്ലാത്തതുകൊണ്ട് കയറ്റം കയറാനാവാതെ തിരിച്ചിറങ്ങി. ചെയിനിന് ചെറിയ തകരാറുണ്ടായിരുന്നത് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കി. ഇടയ്ക്ക് നിർത്തി ചെയിൻ ടൈറ്റ് ചെയ്യേണ്ടി വന്നു. ഓരോ തവണ ഇറങ്ങി കക്കയെ സഹായിക്കുമ്പോഴും തണുപ്പും ഹൈ ആൾട്ടിറ്റ്യൂഡും കാരണം ശ്വാസം കിട്ടാതാവുകയും ഭയങ്കരമായ തളർച്ച അനുഭവപ്പെടുകയും ചെയ്തു. വളരെ പതുക്കെ ഒരുപാട് സമയമെടുത്ത് കാർദുംഗ്ല പാസ് സുരക്ഷിതമായി ഞങ്ങൾ കടന്നു. അങ്ങനെ ആ ദിവസത്തെ ഏകദേശം 250ഓളം കിലോമീറ്റർ വന്ന യാത്ര കഴിഞ്ഞ് ലേ സിറ്റിയിൽ തിരിച്ചെത്തി. നല്ല ക്ഷീണവും വിശപ്പും ഉണ്ടായിരുന്നു. അന്ന് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. നല്ല ഉഗ്രൻ മട്ടൺ ഷീക്കും റൊട്ടിയും വയറ് നിറച്ച് കഴിച്ചു. ലഡാക്ക് യാത്രയിലെ അവസാന ദിവസമാണിന്ന്. നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഇടുക്കി കഴിഞ്ഞ് ലഡാക്ക് ഷൂട്ട് ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹം അങ്ങനെ സാധിച്ചിരിക്കുകയാണ്. വളരെ കുറച്ച് ദിവസത്തെ ഒരു യാത്രയായിരുന്നു. മഞ്ഞുവീഴ്ച കാരണം മറ്റു സ്ഥലങ്ങളിലേക്കുള്ള റോഡുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. കോവിഡ് പ്രശ്നങ്ങളും കാലാവസ്ഥ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഹോട്ടലൊക്കെ ഭാഗ്യത്തിന് കിട്ടിയതാണ്. ഷൂട്ട് ചെയ്യുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. തണുപ്പിൽ ക്യാമറയുടെ ഒക്കെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിനായി പോകുന്നതായിരുന്നു പ്രധാന പ്രശ്നം. ലേയിൽ പിന്നെ എത്ര തവണ വന്നാലും കാഴ്ചകൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ഇത്തവണ ഇവിടുത്തെ വിൻ്റർ ഒരു പരിധിവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കക്കയുള്ളത് വലിയൊരു സഹായമായി. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാൻ ബാക്കിയുണ്ട്. ഉറപ്പായിട്ടും ആ കാഴ്ചകളൊക്കെ കാണുവാനായി മറ്റൊരു സീസണിൽ നമ്മൾ ഇവിടേക്ക് വീണ്ടും വരുന്നതാണ്. പ്രതിസന്ധികളാണ് ലഡാക്ക് യാത്രകളുടെ ഏറ്റവും വലിയ ആകർഷണം. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഇവിടേക്ക് യാത്ര ചെയ്ത് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു മടങ്ങുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ലഡാക്ക് എല്ലാ യാത്രാപ്രേമികളെയും പോലെ എൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. വീണ്ടും വീണ്ടും കാണുവാൻ ഏറ്റവും ആഗ്രഹം തോന്നിപ്പിക്കുന്ന സ്ഥലം. ഈ ലഡാക്ക് യാത്രയിലും ഒരുപാട് പുതിയ അനുഭവങ്ങൾ ലഭിച്ചു. ജിപ്സി എനിക്ക് ഈ യാത്രയിൽ ലഭിച്ച ഏറ്റവും മികച്ച പങ്കാളിയായിരുന്നു. എന്തുകൊണ്ടാണ് ജിപ്സി ഇവിടെ ആർമിക്കടക്കം ഇത്രയേറെ പ്രിയങ്കരമായി എന്ന് നേരിട്ട് ഞാൻ മനസ്സിലാക്കി. വീണ്ടും വരുവാനുള്ള കാത്തിരിപ്പ് തുടങ്ങിക്കൊണ്ട് ഈ യാത്രയും ഇവിടെ അവസാനിക്കുകയാണ്.